ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചീരക്ക് കണ്ടോ, ഇതെല്ലാം നട്ട ചീരക്കെല്ലാം കണ്ടോ, അതാ പുള്ളിക്കുത്ത് പോലെ ഇത് കണ്ടില്ലേ, ഇതാ പുള്ളിക്കുത്ത് പോലെ, ഇതെല്ലാം പുള്ളിക്കുത്ത് പോലെ ഓട്ട വീണ് കണ്ട, ഇതേപോലെ പുള്ളിക്കുത്ത്, ഇതാ പുള്ളിക്കുത്ത് വരുന്നുണ്ട്, ഈ വെള്ളക്കുത്ത് ഇതേപോലെ പുള്ളിക്കുത്ത് ഈ ഓട്ട വീണ് കണ്ട, ദ്വാരം വീണ് കണ്ട, ഇതെല്ലാം പുഷു, ഇതെല്ലാം ഈ പുള്ളിക്കുത്ത് ഈ ഓട്ട വീണ്, ഇതെല്ലാം നമുക്കൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു മരുന്ന് അടിച്ചു കൊടുക്കാം. ഈയിടയ്ക്ക് ഒരു ദിവസം ഞാനത് അടിച്ചു കൊടുത്തു നോക്കുമ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ട് പോയിന്. അതുകൊണ്ട് ഞാനിപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ആ മരുന്ന് തന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അത് നിങ്ങളെ കാണിച്ചിട്ടില്ല, നല്ല ശരിക്കും പോയതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നതാണ്. ഇതെന്നാണെന്നറിയോ, ഇത് കഞ്ഞിവെള്ളം, 1 ലിറ്റർ കഞ്ഞിവെള്ളം ഉണ്ട് വേണ്ട, അതിൻ്റെ അകത്ത് അത് എത്ര വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം, അത്ര തന്നെ. പിന്നെ ഇതിൽ ഒരു എത്ര വേണ്ടത് വെച്ചാൽ നമുക്ക് എടുക്കാം, ഒരു 2 ലിറ്റർ വെള്ളം വേണ്ടി ഉണ്ടാവും. ചീരക്ക ഒഴിക്കാനാ, ചീരക്കാന്നേ ഇതിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു വേണ്ട, വലിയ സ്പൂണാന്നേ, വലിയ സ്പൂണാണ്, ടീസ്പൂണല്ല. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അധികമായിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്ര ഇട്ടാലും നല്ല, ഒരു രോഗം വരും, ഉണങ്ങിപ്പോവും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. മഞ്ഞൾപ്പൊടി നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഇതും കൂടി ഒഴിക്കുന്നുണ്ട്, ഏത് വേപ്പെണ്ണ കുറച്ച് ഒഴിക്കുന്നില്ല, അത് പിന്നെ ഒരു കണക്കിലും വെക്കില്ല, കുറച്ച് ഉറ്റിക്കുന്നേ ഉള്ളൂ. അത് പുഴുവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വെച്ചിട്ടാണ്. കുറച്ച് ഒരു 2 ലിറ്ററും കൂടി, ഒരു 5 മില്ലി അത്രയും എടുത്തിട്ട്, അതെന്ന് വെച്ചാൽ മറ്റേതിൻ്റെ മതി. ഞാൻ പിന്നെ അത് അതിൽ ലേശം ഒഴിച്ച് കൊടുക്കാൻ നേരിച്ചിട്ട് എടുക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലേശം കൂടെ ആക്കി കൊടുക്കാൻ നേരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കണ്ട, ഇത് കണ്ടില്ലേ, നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ. കണ്ടാ, ഇതാണ് മഞ്ഞൾ, ഇത് കണ്ടില്ലേ, ഇതാ മഞ്ഞൾ, ഇത് കൂടി അയച്ചിട്ട് വെള്ളമാണ്, ഇത് കഞ്ഞിവെള്ളം, പിന്നെ കുറച്ച് വേപ്പിൻ്റെ പിണ്ണാക്ക്, അതെന്ന് വെച്ചാൽ പുഴുവോ അങ്ങനത്തെ അണുക്കളോ എന്തും കൊണ്ട് പോയിക്കോട്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് അത്രേ ഒഴിച്ചിട്ട്. ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ലോണം പോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടിട്ട് ഭയങ്കര അല്ല ഇതേപോലെ പുള്ളിക്കുത്തും എല്ലാം വന്നിനായിരുന്നു. ഞാൻ ഇതിങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം മാറിയാണ് കേട്ടോ. അതിന് ശേഷമാണ് അത് തേച്ച് പോയിനി, അതുകൊണ്ടാണ് ഞാനത് നോക്കീനി, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു, ഇക്കെല്ലാന്ന് നോക്കുമ്പോൾ അത് ശരിക്കും മാറിയിനി കേട്ടാ. അതുകൊണ്ട് അത് നല്ലപോലെ നോക്കിനി. അതുകൊണ്ട് ഇതെല്ലാവരും ഇത് അടിച്ചു കൊടുത്തോ, അവരൊക്കെ ഉറപ്പുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. ആന്നില്ലേ, ഇതെല്ലാം ഇങ്ങനെ ആയിട്ട് ഞാനത് അടിച്ചു കൊടുത്താൽ, ഇങ്ങനെ ആക്കി കൊടുത്ത് നല്ലപോലെ ആകുമ്പോഴോ അടിച്ചു കൊടുത്താൽ മതി, നല്ലപോലെ ശരിക്കും ആയാൽ മതി, എന്നാൽ നല്ലപോലെ പോയിക്കോളും. ഇതിന് ഒരു മരുന്നുമില്ലാതെ ഒരു രോഗമാണ് ഈ പുളിക്കുത്ത്, മനസ്സിലായില്ലേ. ഈ ചീരക്കാണ് അധികം വരുക, ചീര. ഇതിങ്ങനെ നമ്മളിങ്ങനെ കൃത്യമായി അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചീര ദേശം പോയിക്കളി, ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു രസവും ഉണ്ടാവില്ല, തിന്നാനും രസം ഉണ്ടാവില്ല, ഒന്നും രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആദ്യമേ നമ്മൾ നോക്കണം, നോക്കിയിട്ടില്ലേ കണ്ടില്ല, ഈ ചീര ഒന്ന് നന്നായി ഇനി നല്ല ഉഷാറായിക്കോളും. ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ട് നല്ല ഉഷാറായിക്കോളും. ചീര തന്നെ അവിടെ നട്ട ചീര തന്നെ, ഭാവിയ ചീര തന്നെ ഒരു ഏലും ഗുണമില്ലാണ്ടായിപ്പോയി, എന്തോ ഒരു ഇതായിപ്പോയി, ഒരു വൃത്തിയില്ലാതെ പോലെ. എന്നിട്ട് ഇലക്കൊന്നൊരു ശക്തി വരാതെ പോലെ, എന്ന് വെച്ചാൽ ഈ പുള്ളിക്കുത്ത് കൊണ്ടാണ്. ഇപ്പം സമയമല്ലേ, ഒന്നാമത്തെ അതാണ്. ഇതെല്ലാം തണുപ്പ് സമയത്താണെങ്കിൽ എന്നാലും വരും, പുള്ളിക്കുത്ത് വരും, എല്ലാ സ്ഥലത്തും വരലുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിപ്പം ഇങ്ങനെ ആയിക്കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യടാ, ചീരക്ക് വേണ്ട ഒരു പുള്ളിക്കുത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് അടിച്ചു കൊടുക്കാമല്ലോ. ഇതിനാണ് ഞാനിപ്പോൾ, ഇതാണ് ഈ മരുന്ന്, ഈ മഞ്ഞപ്പൊടിയും ഈ കഞ്ഞിവെള്ളവും ഇതും വേപ്പും പിണ്ണാക്കും കൂടിയാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നിട്ട് അടിച്ചു കൊടുത്തിനി, അപ്പോൾ വന്നിട്ട് എനിക്ക് മാറി കിട്ടീനി. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ കാണിക്കൂല എന്നുവെച്ചാൽ ശരിയായിനി. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതെല്ലാം വെറും ഇതാണ്, ഇതെല്ലാം പുള്ളിക്കുത്ത് വന്നു പോയി കണ്ട, ഒരു ജാതി ഒരു ചപ്പിന് ഒരു കരിച്ചലും പുള്ളിക്കുത്തു എന്തെല്ലോ രോഗങ്ങളായി ഇപ്പം ചീരക്കെല്ലാം. അതാണ് ഞാൻ എന്തായാലും ഇതൊന്ന് കുടഞ്ഞു കൊടുക്കാൻ വെച്ചിട്ട് ഇതിനിടയ്ക്ക് വന്നേരം നോക്കി നോക്കുമ്പോൾ നല്ല ബെസ്റ്റായിന്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നല്ലൊരു മരുന്നാണ്,
നിങ്ങൾ ചെയ്യുക. അത് ഇത് ആക്കി കൊടുക്കണം. ഇത് നമുക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രമേ, കളയുന്ന വേസ്റ്റ് സാധനമേ വേണ്ടൂ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച എത്തുമ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ലേശം കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത്, വേപ്പണ്ണിയിലേക്ക് സാരമില്ല, ദിവസമൊന്നും വേപ്പണ്ണിയിലെ സാരമില്ല, കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടി മാത്രം മതി. എന്നാൽ തന്നെ നല്ല ഉഷാറാവും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ നല്ല മഞ്ഞ കളർ വെള്ളം കണ്ട, ഇതാണ്. അങ്ങനെ നേർപ്പിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതെല്ലാം ഞാൻ കൊടുക്കട്ടെ. ഇതിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ചീരക്കാകുമ്പോൾ കുടഞ്ഞു കൊടുക്കാൻ നല്ല സുഖമാണല്ലോ, നിലത്തായതുകൊണ്ട് വലിയ ഓയിലുള്ളതൊന്നല്ലല്ലോ സംഭവം. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ലോണം. ആ പുള്ളിക്കുത്ത് മാറാനാണ് ഇത് ചെയ്യുന്നത്. ആ പുള്ളിക്കുത്ത് പിന്നെ ഒരു പഴുപ്പ് പോലെയോ ഒരു ഉണക്ക കരിച്ചൽ പോലെയോ എന്തല്ലോ ഇതിനൊരു പിന്നെ ഇലക്കെല്ലാം ഇത് വന്നു, ശക്തി വരാതെ പോലെ അങ്ങനെയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് പൊടിച്ച് വരുമ്പം തന്നെ അത് തിരിയും. അതിന് എന്തോ രോഗം വരുന്നുണ്ട്. അതാണ് കണ്ടാ, ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ അപ്പുറത്തില്ല, അത് നമുക്ക്